സ്വന്തം കമ്പനിയിൽ നിന്ന് മറ്റൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ ഇതിൽ ഇ ഡി എന്തിനാണ് ഇടപെടുന്നത്? ഇതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന CMRL വീണ വിജയൻ കേസിന്റെ കാതൽ. ഇതിൽ പറയുന്ന 1.72 കോടി രൂപ വെറും ഒരു ബിസിനസ് ഇടപാടല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്കിതിന്റെ പിന്നിലെ നിയമം സിമ്പിളായി നോക്കാം. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്കും ഷെയർ ഉണ്ട്. അതായത് ഇതിൽ പൊതുജനങ്ങളുടെ പണവുമുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് 1.72 കോടി രൂപ നൽകി. ഇൻകം ടാക്സ് ബോർഡിന്റെയും SFIOയുടെയും കണ്ടെത്തൽ അനുസരിച്ച് ഈ പണത്തിന് പകരമായി അവിടെ ഒരു സേവനവും നടന്നിട്ടില്ല. ഇവിടെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആശങ്ക വരുന്നത്. കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കിട്ടേണ്ട പണം വ്യാജ ചെലവുകൾ കാണിച്ച് മറ്റൊരാൾക്ക് നൽകിയാൽ അത് ഷെയർ ഹോൾഡേഴ്സിനെ വഞ്ചിക്കലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇ.ഡി. എന്താണ് അന്വേഷിക്കുന്നത്? SFIO ഈ കേസിൽ കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരം സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ ഇന്ത്യയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സേവനം നൽകാതെ പണം നൽകുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ അഴിമതി പണമായി മാറാം. അതുകൊണ്ടാണ് ഇ.ഡി. ഇതിൽ കള്ളപ്പണം ഇടപാട് അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയും വ്യക്തമാക്കിയത് ഇ.ഡിക്ക് ഈ കേസ് അന്വേഷിക്കാൻ പൂർണ്ണമായി അധികാരമുണ്ടെന്നാണ്. ഇത്തരം കള്ളപ്പണ കേസുകളിൽ കുറ്റം തെളിഞ്ഞാൽ PMLA പ്രകാരം 3 വർഷം മുതൽ പരമാവധി 7 വർഷം വരെ കഠിന തടവും വൻ തുക പിഴയും ലഭിക്കാം. മാത്രമല്ല തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഇ.ഡിക്ക് അധികാരമുണ്ട്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ.ഡി. റെയ്ഡ് നടത്തുമ്പോഴോ അന്വേഷണം നടത്തുമ്പോഴോ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്താൽ PNS സെക്ഷൻ 224, 225, 36, PMLA സെക്ഷൻ 63 പ്രകാരം നോൺ ബെയിലബിൾ കേസും 3 വർഷം വരെ തടവും കിട്ടാവുന്ന ശിക്ഷയാണ് ലഭിക്കുന്നത്. അത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത വിഷയത്തെക്കാളും ഗൗരവമേറിയ ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.